നമസ്കാരം. നമ്മുടെ മൂന്നാമത്തെ ക്ലാസ്സാണ് ഇന്നിപ്പം ആരംഭിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 3 ഡയമെൻഷണൽ പാക്കിങ്ങിനെ കുറിച്ചാണ് പറഞ്ഞത്. അത് 3 ഡയമെൻഷണൽ HCP, 3 ഡയമെൻഷണൽ CCP നമ്മൾ പറഞ്ഞു. അവിടെ 2 തരം വോയിഡുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഒന്ന് ടെട്രാഹീഡ്രൽ വോയിഡ്, 2 ഒക്ടാഹീഡ്രൽ വോയിഡ്. അപ്പോൾ ഒരു ക്രിസ്റ്റൽ ലാറ്റിസിൽ n പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ അതിനകത്ത് നമ്മൾ പറഞ്ഞു 2n ടെട്രാഹീഡ്രൽ വോയിഡുകളും n ഒക്ടാഹീഡ്രൽ വോയിഡുകളും ഉണ്ടാവുമെന്ന് നമ്മൾ പറഞ്ഞു. ഇന്ന് നമുക്ക് അതിനകത്ത് പഠിക്കാനുള്ള കാര്യമെന്ന് പറയുന്നത്, നമ്മുടെ ഈ ഒരു യൂണിറ്റ് സെല്ലിൻ്റെ എഡ്ജ് ലെങ്ത് എന്ന് പറയും, അരിക്, അത് A എന്ന് നമ്മൾ വിചാരിക്കുകയാണ്. അതേപോലെ ആ യൂണിറ്റ് സെല്ലിലെ പാർട്ടിക്കിൾസിൻ്റെ റേഡിയസ്, സ്പെറിക്കലായിട്ടാണ് നമ്മൾ പാർട്ടിക്കിൾസിനെ വിചാരിക്കുന്നത്. ആ പാർട്ടിക്കിൾസിൻ്റെ റേഡിയസ് നമ്മൾ 6 എന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ഈ എഡ്ജ് ലെങ്ത് Aയും പാർട്ടിക്കിൾസിൻ്റെ റേഡിയസ് 6ഉം തമ്മിൽ ഉള്ള റിലേഷൻ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഒരു സിമ്പിൾ ക്യൂബിലാണെങ്കിൽ 2r is equal to A. ഒരു സിമ്പിൾ ക്യൂബിൽ 2r is equal to A എന്ന് വെച്ചാൽ സ്പിയറുകളുടെ പാർട്ടിക്കിൾസിൻ്റെ റേഡിയസിൻ്റെ ഇരട്ടിയായിരിക്കും എഡ്ജ് ലെങ്ത് ഫോർ എ സിമ്പിൾ ക്യൂബ്. The relation between edge length A and the radius of the particle in a simple cube, that is given by 2r is equal to A എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതേപോലെ ഒരു ബോഡി സെന്റേഡ് ക്യൂബിനെ സംബന്ധിച്ചിട്ട് പറയുമ്പോൾ, ഒരു ബോഡി സെന്റേഡ് ക്യൂബ് എന്ന് പറയുമ്പോൾ എല്ലാ കോർണറിലും പാർട്ടിക്കിൾസ് ഉണ്ട്, അതിൻ്റെ ബോഡിയുടെ സെന്ററിൽ പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ബോഡി സെന്റേഡ് ക്യൂബിൻ്റെ എഡ്ജ് ലെങ്തും എയും അതിനകത്ത പാർട്ടിക്കിൾസിൻ്റെ റേഡിയസും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് 4r is equal to square root of 3a. 4r is equal to square root of 3a എന്ന് നമ്മൾ പറയും. Square root of 3a is equal to 4r. അതായത് റേഡിയസിൻ്റെ 4 ഇരട്ടി എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 3 എഡ്ജ് ലെങ്ത്. അതേപോലെ നമുക്കൊരു ഫേസ് സെന്റേഡ് ക്യൂബിനെ സംബന്ധിച്ച് 4r is equal to square root of 2a. ഒരു ഫേസ് സെന്റേഡ് ക്യൂബിനെ സംബന്ധിച്ചിട്ട് 4r is equal to square root of 2a. അപ്പം എഡ്ജ് ലെങ്തും റേഡിയസ് ഓഫ് പാർട്ടിക്കിൾസും തമ്മിൽ സിമ്പിൾ ക്യൂബ്, ബോഡി സെന്റേഡ് ക്യൂബ്, ഫേസ് സെന്റേഡ് ക്യൂബ്, ഇതിന്റെ റിലേഷൻ എങ്ങനെ നമുക്ക് പറയാനായിട്ട് സാധിക്കും? സിമ്പിൾ ക്യൂബിനെ സംബന്ധിച്ചിട്ട് 2r is equal to a. അതേപോലെ ബോഡി സെന്റേഡ് ക്യൂബിനെ വെച്ച് നോക്കുമ്പോൾ 4r is equal to square root of 3a. അത് ഫേസ് സെന്റേഡ് ക്യൂബ് വരുമ്പോൾ 4r is equal to square root of 2a. അത് നമ്മൾ ആ റിലേഷൻ ഒന്ന് മനസ്സിലാക്കി ഇരിക്കണം. അടുത്ത ഒരു റിലേഷൻ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതെന്ന് പറയുന്നത് ക്രിസ്റ്റലിന്റെ ഡെൻസിറ്റി. ഒരു ക്രിസ്റ്റലിന്റെ ഡെൻസിറ്റിയും യൂണിറ്റ് സെല്ല് ഇതിന്റെ എഡ്ജ് ലെങ്തും തമ്മിലുള്ള റിലേഷനാണ്. ഒരു ക്രിസ്റ്റലിന്റെ ഡെൻസിറ്റി, അത് നിർമ്മിച്ചിരിക്കുന്ന യൂണിറ്റ് സെല്ലിന്റെ എഡ്ജ് ലെങ്ത് A, അത് തമ്മിലുള്ള റിലേഷനാണ്. ദ ഡെൻസിറ്റി D ആൻഡ് ദ എഡ്ജ് ലെങ്ത് ഓഫ് ദ യൂണിറ്റ് സെൽ A. ആ റിലേഷൻ എന്ന് പറയുന്നത് ഡെൻസിറ്റി റോ. ഡെൻസിറ്റി നമ്മൾ DN വരെ ഇവിടെ ഉപയോഗിക്കുന്നത് ഡെൻസിറ്റി റോ എന്നാണ്. Zm by n0 a cube. Density rho is equal to Zm. Density rho is equal to Zm divided by n0 a cube എന്നാണ് റിലേഷൻ. Density rho is equal to Zm by n0 a cube.
നമുക്കറിയാം Z എന്ന് പറയുന്നത് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പെർ യൂണിറ്റ് സെൽ. Z മീൻസ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പെർ യൂണിറ്റ് സെൽ. അത് സിമ്പിൾ ക്യൂബിനകത്ത് വരുമ്പോൾ നമുക്കറിയാം പാർട്ടിക്കിൾസിൻ്റെ എണ്ണം Z വാല്യൂ 1 ആണ്. ഒരു യൂണിറ്റ് സെല്ലിൽ ഒരു പാർട്ടിക്കിളാണുള്ളത്. ബോഡി സെന്റഡ് ക്യൂബ് വരുമ്പോൾ അത് 2, ഫേസ് സെന്റഡ് ക്യൂബ് വരുമ്പോൾ അത് 4. അപ്പം സിമ്പിൾ ക്യൂബിനെ സംബന്ധിച്ചിട്ട് Z വാല്യൂ 1, ബോഡി സെന്റഡ് ക്യൂബിനെ സംബന്ധിച്ച് Z വാല്യൂ 2, ഫേസ് സെന്റഡ് ക്യൂബിനെ സംബന്ധിച്ചിട്ട് Z വാല്യൂ 4. M, atomic mass of the atom. Any crystal is made up of atoms and that atom has atomic mass. ആറ്റത്തിൻ്റെ അറ്റോമിക് മാസ് ആണ് M കൊണ്ട് ഉദ്ദേശിക്കുന്നത്. N0 നമുക്ക് പൊതുവായിട്ട് അറിയാം, അവഗാഡ്രോ നമ്പർ 6.023 × 10⁻23. A cube, A edge length of the unit cell, അതിൻ്റെ ക്യൂബ്, that is equal to rho, density of the crystal. ഈ റിലേഷനും നമ്മൾ മനസ്സിലാക്കി ഇരിക്കണം. ഇനി നമുക്ക് പഠിക്കുവാനുള്ളത് ഇംപെർഫെക്ഷൻ അല്ലെങ്കിൽ ക്രിസ്റ്റലുകളുടെ ഡിഫക്റ്റ് എന്ന് പറയും. ക്രിസ്റ്റൽ എന്ന് പറയുമ്പോൾ ക്രിസ്റ്റലൈൻ സോളിഡ് നമ്മൾ പഠിച്ചു, അത് തന്നെയാണ് ക്രിസ്റ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്രിസ്റ്റൽ എന്ന് പറയുമ്പോൾ there is a orderly or perfect arrangement of particles എന്നാണ് നമ്മൾ പറഞ്ഞത്. There is an orderly or perfect arrangement of particles. അപ്പം ഈ പെർഫെക്റ്റ് അറേഞ്ച്മെന്റിൽ നിന്നും ഏത് തരത്തിലുള്ള ഡീവിയേഷൻ, ഏത് തരത്തിലുള്ള വ്യതിചലനവും നമുക്ക് എന്തായിട്ട് പറയാം? ഇംപെർഫെക്ഷൻ എന്ന് പറയാം. അപ്പം ഇംപെർഫെക്ഷൻ or defect in a crystal means it is the variation from the regular order, the perfect order, the deviation from any deviation from perfect order, perfect arrangement. That is called imperfection in crystals. എന്നാണ് അത് 2 വിഭാഗത്തിലുണ്ട്. ഒന്ന് സ്റ്റോഷിയോമെട്രിക് ഇംപെർഫെക്ഷൻ, സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റുകൾ എന്ന് പറയും. 2 നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റുകൾ എന്ന് പറയും. സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റുകൾ എന്ന് പറയുമ്പോൾ ആ ക്രിസ്റ്റലിൻ്റെ കോമ്പോസിഷൻ, ആ ക്രിസ്റ്റലിൻ്റെ ഘടന, അതിൻ്റെ പെർസെൻറ്റേജ് കോമ്പോസിഷൻ, അതിൻ്റെ റേഷ്യോ ഓഫ് പ്രൊപ്പോർഷൻ ഓഫ് ഡിഫറെൻറ്റ് ആറ്റംസ്, ഇതിനൊന്നും വ്യതിയാനം വരികയില്ല. സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റുകൾ എന്ന് പറയുമ്പോൾ ആ ക്രിസ്റ്റലിൻ്റെ പെർസെൻറ്റേജ് കോമ്പോസിഷൻ ഓഫ് ഡിഫറെൻറ്റ് ആറ്റംസ്. സപ്പോസ് ദാറ്റ് ഈസ് 1:1 or 2:2 or 1:2 or 3:2 എനിവേ. അപ്പോൾ ആ ഒരു പ്രൊപ്പോർഷന് വേരിയേഷൻ വരാത്ത ഡിഫക്റ്റുകളാണ് സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റുകൾ എന്ന് പറയുന്നത്. Even though there is stoichiometry, even though there is defect, the stoichiometry is maintained. Even though there is defect, the stoichiometry is maintained. അത് മെയിൻറ്റെയിൻ ചെയ്യാത്ത രീതിയിൽ അതിന് വ്യതിയാനം വരുന്ന തരത്തിലെ ഡിഫക്റ്റുകൾക്ക് നമ്മൾ പറയുന്നവരാണ് നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റുകൾ എന്ന് പറയും. അതിൽ ഒന്നാമത്തെ കാറ്റഗറിയാണ് ഷോർട്ടി ഡിഫക്റ്റ്. ഷോർട്ടി ഡിഫക്റ്റ് എന്ന് പറയും. ഷോർട്ടി ഡിഫക്റ്റ്. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞു, ഈ ക്രിസ്റ്റൽസ് നമ്മൾ പഠിച്ചു, എക്സാമ്പിൾ പഠിച്ചു, സോഡിയം ക്ലോറൈഡ്. ഇറ്റ് ഇസ് മേഡ് അപ്പ് ഓഫ് പോസിറ്റീവ് നെഗറ്റീവ് അയോൺസ്. അപ്പോൾ അങ്ങനെയുള്ള ആ ക്രിസ്റ്റലിനകത്ത് what is the stoichiometry of sodium ions and chloride ions in sodium chloride? For 1 sodium ion there is 1 chloride ion, so the stoichiometry is 1:1. അപ്പോൾ അങ്ങനെയുള്ള ആ ക്രിസ്റ്റലിനകത്ത് ചില അയോണുകൾ അതിൻ്റെ നോർമൽ ലാറ്റിസൈറ്റിൽ നിന്നും മിസ്സായി പോകും, നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ വരുന്ന ഡിഫക്റ്റുകൾ പറയുന്നവരാണ് സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റുകൾ എന്ന് പറയും. അതിൽ തന്നെ
ഷോർട്ട്കി ഡിഫക്റ്റ് എന്ന് നമ്മൾ പറയും. അപ്പോൾ ഷോർട്ട്കി ഡിഫക്റ്റ് is a type of stoichiometric defect in which equal number of ions, that is positive and negative ions, are missed or lost by the crystal. ഒരു കാറ്റയോൺ പോസിറ്റീവ് അയോൺ പോയി കഴിഞ്ഞാൽ ഒരു ആനയോണും ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ നിന്ന് അപ്രത്യക്ഷമാകും. അപ്പോൾ ദാറ്റ് ഈസ് കോൾഡ് Schottky defect. The Schottky defect arises due to the losing of equal number of anions and cations from the crystal lattice. നമുക്ക് അത് ഈ ഫിഗറിലൂടെ മനസ്സിലാക്കാം. തുല്യ എണ്ണം കാറ്റയോണുകളും ആനയോണുകളും നഷ്ടപ്പെട്ട് പോകുന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. That is called Schottky defect. അപ്പോൾ ഈ ഷോർട്ട്കി ഡിഫക്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ നിന്നും അയോണുകൾ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അപ്പോൾ there will be loss of particles. There is loss of particles in the crystal. But the volume of the crystal remains the same. The volume of the crystal remains the same. So volume remains constant. There is loss of particle, so there is a decrease in mass. There is a decrease in mass. അപ്പോൾ പാർട്ടിക്കിൾസ് പോകുന്നത് കൊണ്ട് മാസിന് കുറവ് ഉണ്ടാകുന്നുണ്ട്, പക്ഷെ വ്യാപ്തം വോളിയം അതേപോലെ നിൽക്കുന്നു. അപ്പോൾ മാസ് ബൈ വോളിയം ഡെൻസിറ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഡെൻസിറ്റിക്ക് എന്ത് സംഭവിക്കും? അതിന് കുറവ് സംഭവിക്കും. So due to Schottky defects, there is decrease in density. അത് ഷോർട്ട്കി ഡിഫക്റ്റിന്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഷോർട്ട്കി ഡിഫക്റ്റ് മീൻസ് it is the defect occurred due to the missing of equal number of cations and anions from the crystal lattice. It results in the decrease in ഡെൻസിറ്റി. ഇനി രണ്ടാമത്തെ തരം ഡിഫക്റ്റ് ആണ് ഫ്രങ്കൽ ഡിഫക്റ്റ് എന്ന് പറയും. ഫ്രങ്കൽ ഡിഫക്റ്റ് എന്താണ് ഈ ഫ്രങ്കൽ ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ? ഫ്രങ്കൽ ഡിഫക്റ്റിന്റെ കേസിൽ അയോണുകളൊന്നും മിസ്സായി പോകുന്നില്ല, നഷ്ടപ്പെട്ടു പോകുന്നില്ല, മറിച്ച് അവയ്ക്ക് സ്ഥാനഭ്രംശം വരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുന്നു. ഇവിടെ നിന്ന് ഒരാൾ വേറെ ഒരു പ്ലേസിലേക്ക് മാറി നിൽക്കുന്നു. അപ്പോൾ ഈ ഫ്രങ്കൽ ഡിഫക്റ്റിനകത്ത് നമുക്കറിയാം, ഒരു ക്രിസ്റ്റൽ എന്ന് പറയുമ്പോൾ സാധാരണ കേസിൽ പോസിറ്റീവ് നെഗറ്റീവ് അയോണുകൾ കൊണ്ടുണ്ടായിരിക്കുന്നു. അതിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആനയോണുകൾക്ക് കാറ്റയോണുകളെക്കാട്ടിലും വലിപ്പം കൂടുതലാണ്. കാരണം ഇലക്ട്രോണിൻ്റെ അഡീഷൻ കൊണ്ടാണ് ആനയോൺ ഉണ്ടാകുന്നത്, ഇലക്ട്രോണിൻ്റെ ലോസിങ് കൊണ്ടാണ് കാറ്റയോൺ ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ക്രിസ്റ്റലിൻ്റെ ലാറ്റിസ് ഫോം ചെയ്യുമ്പോൾ യൂഷ്വലി ദ കാറ്റയോൺസ് ക്യാൻ ഏബിൾ ടു ഒക്കുപ്പൈസ് ദ ഇൻ്റർസ്റ്റീഷ്യൽ ലാറ്റിസ്. ഒരു ക്രിസ്റ്റൽ ഉണ്ടാകുമ്പോൾ ക്രിസ്റ്റലിൻ്റെ ഇൻ്റർസ്റ്റീഷ്യൽ ലാറ്റിസുകളിൽ കാറ്റയോണുകൾക്ക് ഉൾക്കൊള്ളുവാനായിട്ട് അല്ലെങ്കിൽ അവിടെ നിൽക്കുവാനായിട്ട് അവർക്ക് പറ്റും. ബട്ട് ദ ആനിയോൺസ് കാനോട്ട്, ആനിയോൺസിന് കഴിയുകയില്ല. അപ്പം ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഒരു കാറ്റയോൺ അതിൻ്റെ നോർമൽ ലാറ്റിസ് സൈറ്റിൽ നിന്നും അത് ആ ക്രിസ്റ്റലിലെ തന്നെ ഇൻ്റർസ്റ്റീഷ്യൽ ലാറ്റിസിലേക്ക്, നമ്മൾ വോയിഡ് എന്ന് പറയും. ഇൻ്റർസ്റ്റീഷ്യൽ സൈറ്റുകൾക്ക് പറയുന്ന പേരെന്താണ്? വോയിഡുകൾ. ആ ഹോളോ പ്ലേസ്, ആ വോയിഡിലേക്ക് സ്ഥലം മാറി നിൽക്കുന്നു. അവിടെ കാറ്റയോൺ നഷ്ടപ്പെട്ടു പോയിട്ടില്ല. അപ്പം അയോണുകളോ പാർട്ടിക്കിൾസോ ഒന്നും നഷ്ടപ്പെട്ടു പോകാത്തതുകൊണ്ട് മാസിന് വ്യതിയാനങ്ങളൊന്നും വരുന്നില്ല, വോളിയത്തിനും വ്യതിയാനം വരുന്നില്ല. അതുകൊണ്ട് മാസ് റിമെയിൻസ് ദ സെയിം ഡ്യൂ ടു ദിസ് ഡിഫക്റ്റ്, വോളിയം റിമെയിൻസ് ദ സെയിം. സോ ദർ ഇസ് നോ ചേഞ്ച് ഇൻ ഡെൻസിറ്റി. അപ്പം നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പം ഈ ഫ്രങ്കൽ ഡിഫക്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ കാറ്റയോൺ ഒന്ന് സ്ഥലം മാറി നിൽക്കുന്നു.
എങ്ങും നഷ്ടപ്പെട്ടു പോകുന്നില്ല. ഈ ഫ്രങ്കൽ ഡിഫക്റ്റിൽ എ കാറ്റയോൺ മൂവ്സ് ഫ്രം ഇറ്റ്സ് നോർമൽ സൈറ്റ് ടു ആൻ ഇന്റർസ്റ്റീഷ്യൽ സൈറ്റ്. ഒരു കാറ്റയോണിന്റെ സാധാരണ നിൽക്കുന്ന സൈറ്റിൽ നിന്നും മാറി വോയിഡ് ഇന്റർസ്റ്റീഷ്യൽ സൈറ്റിലേക്ക് മാറിപ്പോകും. നമുക്ക് ഈ ചിത്രം ഒന്ന് കണ്ടു നോക്കാം. ഈ ചിത്രത്തിൽ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഇവിടെ സംഭവിക്കുന്നത്. നോക്കുക, ചിത്രം നോക്കുക. അപ്പം ഇവിടെ ഡെൻസിറ്റിക്ക് വ്യതിയാനമൊന്നും വരുന്നില്ല. കാരണം പാർട്ടിക്കിൾസ് ഒന്നും നഷ്ടപ്പെട്ടു പോകാത്തതുകൊണ്ട് മാസിന് ചേഞ്ചുകളൊന്നുമില്ല, വോളിയത്തിന് ചേഞ്ച് ഇല്ല. മാസ് ഡിവൈഡ് ബൈ വോളിയം റിമെയിൻസ് ദ സെയിം. പിന്നെ ഇവിടെ എന്താ പ്രത്യേകത പറ്റുന്നത്? നമ്മൾ നേരത്തെ ഷോർട്ട്കി ഡിഫക്റ്റ് പറഞ്ഞു. ആ ക്രിസ്റ്റലുകൾക്ക് ഫ്രങ്കൽ ഡിഫക്റ്റ് കാണിക്കുവാൻ താരതമ്യേന ബുദ്ധിമുട്ടുണ്ട്. അതിന്റെ കാരണം ഷോർട്ട്കി ഡിഫക്റ്റ് വരുമ്പോൾ അവിടുത്തെ കാറ്റയോണുകളും ആനയോണുകളും താരതമ്യേന ഒരേ വലിപ്പമുള്ളവരായിരിക്കും, കമ്പയറബിൾ സൈസ് ആയിരിക്കും. ഇൻ ഷോർട്ട്കി ഡിഫക്ട്സ് ദാറ്റ് ഈസ് അനദർ പോയിന്റ്. നമുക്ക് ഷോർട്ട്കി ഡിഫക്റ്റിന്റെ അവിടെ എഴുതി വെക്കാവുന്ന മറ്റൊരു പോയിന്റാണ്. ഇൻ ഷോർട്ട്കി ഡിഫക്ട്സ് അല്ലെങ്കിൽ ഷോർട്ട്കി ഡിഫക്റ്റ് കാണിക്കുന്ന ക്രിസ്റ്റലുകൾ, ഇൻ ദം ദ കാറ്റയോൺസ് ആൻഡ് ആനയോൺസ് ഹാവ് അപ്രോക്സിമേറ്റ്ലി സിമിലർ സൈസ്, ഒരേ വലിപ്പമായി. പക്ഷെ ഫ്രങ്കൽ ഡിഫക്റ്റ്, നമ്മളിപ്പോൾ പറഞ്ഞ ഫ്രങ്കൽ ഡിഫക്റ്റ് കാണിക്കുന്നവരെ സംബന്ധിച്ച് ദ കാറ്റയോൺസ് വിൽ ബി സ്മോളർ കമ്പയർഡ് ടു ആനയോൺസ്. കാറ്റയോൺസ് എന്തായിരിക്കും? വളരെ ചെറുതായിരിക്കും, ആനയോണുകളെ അപേക്ഷിച്ച് ചെറുതായിരിക്കും. So that the cations can move to the interstitial sites which is formed by anions. ആനിയോൺസുകളാൽ നിർമ്മിക്കപ്പെട്ട ലാറ്റിസിന്റെ ഇന്റർസ്റ്റീഷ്യൽ സൈറ്റിലേക്ക് കാറ്റയോണുകൾക്ക് പോയി നിൽക്കുവാനായിട്ട് സാധിക്കും. That is called ഫ്രങ്കൽ ഡിഫക്ട്സ്. അപ്പം ഇത് രണ്ടും കൂടെ നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ we can compare Schottky defect is formed due to the missing of equal number of cations and anions from the lattice. Frankel defect is formed due to the misplacements or movement of cation from normal site to interstitial site. In Schottky defect, density decreases, but in Frankel defect there is no change in density. Similarly, in Schottky defect, the cations and anions have almost equal size, but in Frankel defects, the cations are smaller than anions. Difference ആയിട്ട് നമുക്ക് ഈ 3 പോയിന്റുകൾ പറയാൻ പറ്റും. നോക്കുക, ഈ പോയിന്റുകൾ ജസ്റ്റ് ഒന്ന് നോക്കുക, ഡിഫറൻസ് പോയിന്റുകൾ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് പറയാനുള്ളത് നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റുകളെ കുറിച്ചാണ്. നമ്മൾ പറഞ്ഞു ഡിഫക്റ്റുകൾ 2 തരമാണ്, സ്റ്റോഷിയോമെട്രിക്, നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ്. ഇതിൽ നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് എന്ന് പറയുന്നത് ഒരു തരമാണ് മെറ്റൽ എക്സസ് ഡിഫക്റ്റ് എന്ന് പറയും. രണ്ടാമത്തെയാണ് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ്. നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് 2 തരമുണ്ട്: മെറ്റൽ എക്സസ് ഡിഫക്റ്റ്, മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ്. എന്താണ് മെറ്റൽ എക്സസ് ഡിഫക്റ്റ്? മെറ്റൽ എക്സസ് ആയിരിക്കും. ലാറ്റിസിൽ നോൺ മെറ്റൽ അയോണിനെ അപേക്ഷിച്ച് അല്ലെങ്കിൽ ആനയോണിനെ അപേക്ഷിച്ച് മെറ്റൽ അയോണുകൾ എക്സസ് ആയിരിക്കും. മെറ്റൽ ഡെഫിഷ്യൻസി എന്ന് പറയുമ്പോൾ മെറ്റൽ ആറ്റങ്ങളുടെ എണ്ണം താരതമ്യേന കുറയുന്നു. ലാറ്റിസ് ആനയോണുകളെ വെച്ച് നോക്കുമ്പോൾ കുറവായിരിക്കും. അപ്പോൾ ഇതെവിടെ സംഭവിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ചില ക്രിസ്റ്റലുകളെ ആ ക്രിസ്റ്റലിൻ്റെ തന്നെ കാറ്റയോണുകൾ ഉൾക്കൊള്ളുന്ന മെറ്റലിന്റെ പ്രസൻസിൽ ചൂടാക്കുമ്പോൾ, പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? ചില ക്രിസ്റ്റലുകളെ ആ ക്രിസ്റ്റലിലെ തന്നെ കാറ്റയോൺസ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന മെറ്റലുകളുടെ പ്രസൻസിൽ ചൂടാക്കുമ്പോൾ അതിൽ നിന്നും ക്രിസ്റ്റലിൽ നിന്നും കാറ്റയോണുകൾ നഷ്ടപ്പെട്ടു പോകുന്നു. ഫോർ എക്സാമ്പിൾ സോഡിയം ക്ലോറൈഡ്, അതിനകത്തെ കാറ്റയോൺ എന്ന് പറയുന്നത് സോഡിയം ആണ്, Na+, സോഡിയം മെറ്റലാണ് കാറ്റയോൺ. അപ്പോൾ ഈ സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റലിനെ ആ ക്രിസ്റ്റലിലെ കാറ്റയോണായ സോഡിയം അതിനാൽ നിർമ്മിച്ച മെറ്റൽ എന്ന് പറയുന്നത് സോഡിയം മെറ്റൽ, സോഡിയം മെറ്റലിന്റെ പ്രസൻസിൽ നമ്മൾ ചൂടാക്കുമ്പോൾ
മെറ്റൽ ചൂടായി വേപ്പർ രൂപത്തിലേക്ക് മാറുന്നു. വേപ്പർ രൂപത്തിൽ ഹൈ ടെമ്പറേച്ചറിൽ അതിലെ കാറ്റോണുകൾ ഇലക്ട്രോണുകളിൽ നിന്നും അകന്ന് സ്ഥിതി ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് ഈ മെറ്റൽ കാറ്റോണുകൾ ഈ ക്രിസ്റ്റലിലെ ആനയോണുകളെ ആകർഷിക്കുന്നു. ഈ ക്രിസ്റ്റലിലെ ആനയോണുകളായ ക്ലോറൈഡ് അയോണുകളെ ആകർഷിക്കുന്നു. അപ്പോൾ when sodium chloride crystal is heated in presence of sodium metal at high temperature, what happens? The sodium metal fuses and vaporized. At that condition, it may exist as Na plus ions and electrons. And that Na plus ions attract chloride minus ions from the crystal lattice and form sodium chloride. അപ്പോൾ അവിടെ ഒരു ഇലക്ട്രോൺ ലെഫ്റ്റ് ആകുന്നുണ്ട്. സോഡിയം ആറ്റം വേപ്പറൈസ് ചെയ്തപ്പോൾ ഉണ്ടായ Na+ ഇലക്ട്രോണുകളിൽ Na+ ക്രിസ്റ്റൽ ലാറ്റിസിൽ Cl- ചേർന്ന് NaCl ആയി മാറി. അവിടെ ലെഫ്റ്റ് ചെയ്ത ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു? ഈ ക്ലോറൈഡ് അയോണുകൾ പോയ സ്ഥലത്തേക്ക് കയറി വരുന്നു. അങ്ങനെ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി ക്രിസ്റ്റലിന്റെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. When sodium chloride is heated in presence of sodium metal, what happens? The chloride ions moves to the surface and combines with the sodium cation and forming sodium chloride and forming a vacancy at the chloride ion space. ക്ലോറൈഡ് അയോണുകളിൽ നിന്ന് സ്പേസിൽ ഒരു വേക്കൻസി ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇവിടെ വേക്കൻസി ആയിട്ട് കിടക്കുന്നില്ല. The electrons which is left from the sodium atom, സോഡിയം ആറ്റത്തിൽ നിന്നും മാറിപ്പോയ ഇലക്ട്രോണുകൾ comes to that place. E- നെഗറ്റീവ് ചാർജാണ്. അപ്പം ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി, അവിടെ ചാർജിന്റെ പ്രശ്നം വരുന്നില്ല. ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പം ഈ കേസിൽ എന്താ സംഭവിക്കുന്നത്? ക്രിസ്റ്റലിനകത്ത് ഇപ്പം ക്ലോറൈഡ് അയോണുകൾ നഷ്ടപ്പെട്ടു, മെറ്റൽ ആറ്റങ്ങൾ എക്സസ് ആയി, സോഡിയം ആറ്റം എക്സസ് ആയി, സോഡിയം അയോണുകൾ എക്സസ് ആയി. ദാറ്റ് ഇസ് കോൾഡ് മെറ്റൽ എക്സസ് ഡിഫെക്റ്റ്. ഇങ്ങനെ വരുന്ന ഈ സന്ദർഭത്തിൽ ഈ ആനയോണിന്റെ പ്ലേസിൽ വന്ന് ഒക്കുപ്പൈ ചെയ്ത ഇലക്ട്രോണുകൾ they may cause certain color to the crystal. ഇലക്ട്രോൺസ് നമുക്കറിയാം എക്സൈറ്റേഷന് വിധേയമാകുന്നവരാണ് by the absorption of suitable frequency from light. ലൈറ്റ് റേഡിയേഷനിൽ നിന്നും അനുയോജ്യമായ ഫ്രീക്വൻസി അബ്സോർബ് ചെയ്തോ എമിറ്റ് ചെയ്തുകൊണ്ടോ എക്സൈറ്റേഷൻ വിധേയമാകുന്നവരാണ് ഇലക്ട്രോണുകൾ. സോ ദിസ് may lead to certain color to the crystal. ഇങ്ങനെ കളർ ക്രിസ്റ്റലുകൾക്ക് ഉണ്ടാകുവാൻ കാരണം because of the electrons trapped at the anion vacancy. The electrons are responsible for the color of the crystal which are trapped in the anion vacancy, and that is called F center. These are called F centers. F center. F center. F center. നമ്മൾ ഈ ഫിഗർ നോക്കി F center നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഈ F center എന്ന് പറയുമ്പോൾ it is the place of an anion previously occupied which is now occupied by an electron which is responsible for the color of the crystal. That is called F center. That is formed in metal excess vacancy. Metal excess, not vacancy, metal excess defect. Metal excess zinc ഓക്സൈഡിനെ, ആ സിങ്ക് ഓക്സൈഡ് ക്രിസ്റ്റലിനെ നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ, ഓക്സിജന്റെ പ്രസൻസിൽ ചൂടാക്കി കഴിഞ്ഞാൽ എന്ത് പറ്റുന്നു? അതിൽ നിന്നും ഓക്സിജൻ ആറ്റങ്ങൾ നഷ്ടപ്പെട്ടു പോകും. ഇറ്റ് ഇറിവേഴ്സിബിളി ലോസസ് ഓക്സിജൻ ആൻഡ് എക്സസ് സിങ്ക് അയോൺസ് occupies in the crystal. That is also one reason for metal excess defect. അപ്പോൾ metal excess defect ഒരു തരത്തിലും ഉണ്ടാവും. When certain metal oxides are heated, the anions, especially the oxygen atom, loses and it results in the formation of excess cation in the lattice. That is also called metal
എക്സസ് ഡിഫക്റ്റ്. കണ്ടിന്യൂ ചെയ്യാം. അപ്പം ഇതേമാതിരി നമുക്ക് ഡോപ്പിംഗ് എന്ന് പറയുന്ന പ്രക്രിയയിലൂടെ നമുക്ക് ഇംപെർഫെക്ഷൻ ഉണ്ടാക്കാൻ പറ്റും ക്രിസ്റ്റലിനകത്ത്. അപ്പോൾ ഡോപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ BMP-കാരൊക്കെ പഠിച്ചിട്ടുണ്ട്. സെമി കണ്ടക്ടറുകൾ പ്രിപ്പയർ ചെയ്യുന്ന രീതിയാണ്. സെമി കണ്ടക്ടറുകൾ പ്രിപ്പയർ ചെയ്യുന്ന രീതിയാണ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ഷൻ എന്ന് നമ്മൾ പറയും. ആ വിഭാഗത്തിൽ നമ്മൾ വേറെ ആറ്റങ്ങളെ അവിടേക്ക് അല്ലെങ്കിൽ അയോണുകളെ അവിടേക്ക് കടത്തിക്കൊണ്ട് കണ്ടക്ടിവിറ്റി ഉണ്ടാക്കുന്ന പ്രക്രിയയ്ക്ക് നമ്മൾ പറയുന്നതാണ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ഷൻ. സിലിക്കൺ, നോർമൽ കേസിൽ സിലിക്കൺ എന്ന് പറയുന്നത് ഒരു നോൺ കണ്ടക്ടറാണ്, കണ്ടക്ടിവിറ്റി ഇല്ലാത്ത സാധനമാണ്. പക്ഷെ സിലിക്കണിനെ നമ്മൾ ചൂടാക്കുമ്പോൾ സിലിക്കണിലെ ഇലക്ട്രോണുകൾ ഫ്രീ ആകുന്നു. അറ്റ് ഹൈ ടെമ്പറേച്ചർ സിലിക്കൺ ആക്ട് ആസ് സെമി കണ്ടക്ടർ. അവിടെ സിലിക്കണിലെ ആറ്റങ്ങൾ ഫ്രീ ആകുന്നതുകൊണ്ടാണ് കണ്ടക്ടിവിറ്റി കാണിക്കുന്നത്, സെമി കണ്ടക്ഷൻ കാണിക്കുന്നത്. അവിടെ പുറത്തുനിന്ന് വേറെ ഇലക്ട്രോണുകളോ വേറെ ആറ്റങ്ങളൊന്നും ചേരാത്തതുകൊണ്ട് അതിന് നമ്മൾ പറയുന്നവരാണ് ഇൻട്രിൻസിക് സെമി കണ്ടക്ഷൻ എന്ന് പറയും. ഇവിടെ നമ്മൾ പറയുന്നതല്ല, എക്സ്ട്രിൻസിക് സെമി കണ്ടക്ഷൻ എന്ന് പറയും. പുറത്തുനിന്ന് നമ്മൾ ഇമ്പ്യൂരിറ്റി ആറ്റങ്ങൾ, അഡീഷണൽ വേറെ ആറ്റങ്ങളെ അതിലേക്ക് വരുത്തുകയാണ്, അയോണുകളെ അവിടേക്ക് വരുത്തുകയാണ്. ഇപ്പോൾ സിലിക്കണിൻ്റെ ലാറ്റിസിൽ നമുക്കറിയാം, സിലിക്കൺ എന്ന് പറയുമ്പോൾ സിലിക്കൺ 14th ഗ്രൂപ്പിലെ എലിമെൻ്റ് ആണ്. 4 വാലൻസി ഇലക്ട്രോണുകൾ കാണും. ഈ 4 വാലൻസി ഇലക്ട്രോണുകൾ കൊണ്ട് മറ്റ് സിലിക്കൺ ആറ്റങ്ങളോട് അത് കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ സിലിക്കണിൻ്റെ ലാറ്റിസിലേക്ക് നമ്മൾ ഒരു 13ാമത്തെ ഗ്രൂപ്പിലെ ഒരു മെറ്റൽ അയോണിന് അല്ലെങ്കിൽ ഒരു മെറ്റൽ ആറ്റം കൊണ്ട് നമ്മളവിടെ ഫില്ല് ചെയ്യുകയാണ്. അലൂമിനിയം 13ാമത്തെ ഗ്രൂപ്പിലെ അലൂമിനിയമാണ്. അപ്പോൾ അലൂമിനിയത്തിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിയുമ്പോൾ നമുക്കറിയാം അവിടുത്തെ സംഭവിക്കുന്നത് അലൂമിനിയത്തിന് 3 വാലൻസി ഇലക്ട്രോണുകളെ ഉള്ളൂ. 3 വാലൻസി ഇലക്ട്രോണുകളെ അലൂമിനിയത്തിന് ഉള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പം അലൂമിനിയത്തിന് വേറെ അതിന് ചുറ്റിനും പക്ഷേ സിലിക്കൺ ആറ്റങ്ങൾ 4 എണ്ണം ഉണ്ട്. അലൂമിനിയത്തിന് ചുറ്റിനും സിലിക്കൺ ആറ്റങ്ങൾ 4 എണ്ണം ഉണ്ട്. പക്ഷേ ഈ അലൂമിനിയത്തിന് 3 വാലൻസി ഇലക്ട്രോണുകൾ ഉള്ളതുകൊണ്ട് 3 വാലൻസി ഇലക്ട്രോണുകൾ ഉള്ളത് 4ാമത്തെ സിലിക്കൺ ആറ്റവുമായിട്ട് ബോണ്ട് സ്ഥാപിക്കാൻ ഇലക്ട്രോണുകളില്ല. ഷോർട്ടേജ് ഓഫ് ഇലക്ട്രോൺ. ഷോർട്ടേജ് ഓഫ് ഇലക്ട്രോണിന് നമ്മൾ പറയുന്ന പേരാണ് എന്തെന്ന് പറയും, പോസിറ്റീവ് ഹോളുകൾ എന്ന് പറയും. ഇവിടെ ഇലക്ട്രോണിന്റെ ഷോർട്ടേജ് വന്നാൽ ലാറ്റിസിൽ തീർച്ചയായിട്ടും എന്തുണ്ടാകും, പോസിറ്റീവ് ആളുകളുടെ ആധിക്യം ഉണ്ടാകും. സിലിക്കൺ ലാറ്റിസിൽ അത് വരുന്നില്ല. സിലിക്കണിന് 4 ഇലക്ട്രോണുകളാണ്. 14 ഇലക്ട്രോണുകളും 14 പ്രോട്ടോണുകളും ഉണ്ട്. അപ്പോൾ സിലിക്കണിന്റെ ലാറ്റിസിനകത്ത് മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ സിലിക്കണിന്റെ പ്രശ്നങ്ങളില്ല, 14 ഇലക്ട്രോൺ 14 പ്രോട്ടോൺ. പക്ഷെ അങ്ങനെയുള്ള ലാറ്റിസിൽ നമ്മൾ അലൂമിനിയം ഇട്ടപ്പോൾ ഈ അലൂമിനിയത്തിലുണ്ടായ ഒരു ഇലക്ട്രോണിന്റെ ഷോർട്ടേജ് ആ എൻറ്റയർ ക്രിസ്റ്റലിനെയും ബാധിക്കും. അപ്പോൾ ഒരു ഇലക്ട്രോണിന്റെ ഷോർട്ടേജ്, നെഗറ്റീവ് ചാർജിന്റെ ഷോർട്ടേജ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജിന്റെ ആധിക്യം, പോസിറ്റീവ് ഹോൾ എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. അത് ഇവിടെ ഉണ്ടാവും. ഈ ഭാഗത്ത് ഇങ്ങനെ ഉണ്ടാവും. ഞാൻ ഈ വട്ടം വരയ്ക്കുന്ന ഭാഗത്ത് പോസിറ്റീവ് ഹോള് ഉണ്ടാവും. അവിടേക്ക് സമീപ പ്രദേശങ്ങളിൽ നിന്നും ഇലക്ട്രോണുകളെ ആകർഷിക്കും. സമീപത്തുള്ള ബോണ്ടിൽ നിന്നും ഇലക്ട്രോണുകളെ അങ്ങോട്ട് ആകർഷിക്കും. അങ്ങനെ അവിടുത്തെ ഇലക്ട്രോൺ ഷോർട്ടേജ് പരിഹരിക്കും. പക്ഷെ സമീപത്തുനിന്ന് ആകർഷിക്കുമ്പോൾ എന്ത് സംഭവിക്കും, അവിടെ ആ ഇലക്ട്രോൺ വന്ന സ്ഥലത്ത് ഒരു ഹോള് ക്രിയേറ്റ് ചെയ്യും, പോസിറ്റീവ് ഹോള് ക്രിയേറ്റ് ചെയ്യും. അപ്പം ഇങ്ങനെ ഇലക്ട്രോണിൻ്റെ ഒരു മൂവ്മെന്റ്, ഒരു മൈഗ്രേഷൻ ക്രിസ്റ്റലിലൂടെ നടക്കുകയും അത് കണ്ടക്ടിവിറ്റിക്ക് കാരണമാകും. ദാറ്റ് ഈസ് എ ഫോം ഓഫ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ഷൻ ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് പി ടൈപ്പ് സെമി കണ്ടക്ഷൻ. പി ടൈപ്പ് എന്ന് പറയുന്നത് കാരണം പോസിറ്റീവ് ഹോളിന്റെ മൈഗ്രേഷനിലൂടെയാണ്, പോസിറ്റീവ് ഹോൾസിന്റെ മൈഗ്രേഷനിലൂടെയാണ് ഇവിടെ കണ്ടക്ഷൻ നടക്കുന്നത്. But this is a kind of imperfection in crystal, but due to that we have certain merits. നമുക്ക് കുറെ ഗുണങ്ങൾ കിട്ടുന്നുണ്ട് ക്രിസ്റ്റലിനെ കൊണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് എൻ ടൈപ്പ് സെമി കണ്ടക്ഷൻ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. അവിടെ നോർമൽ ഇലക്ട്രോണുകൾ, അതാണ് എൻ, നോർമൽ ഇലക്ട്രോൺസ് എന്നുള്ളതിനാണ് എൻ വരുന്നത്. എൻ ടൈപ്പ് സെമി കണ്ടക്ഷൻ എന്താ സംഭവിക്കുന്നത്, നമ്മൾ അലൂമിനിയത്തിന് പകരം ഒരു 15ാമത്തെ ഗ്രൂപ്പിലെ എലിമെന്റിനെ ആയിരിക്കും സിലിക്കണിന്റെ ലാറ്റിസിലേക്ക് ഡോപ്പ് ചെയ്യുന്നത്. സിലിക്കണിന്റെ ലാറ്റിസിലേക്ക് നമ്മൾ അതിനെക്കാട്ടിലും ഉയർന്ന ഒരു ഗ്രൂപ്പിലെ, ഗ്രൂപ്പ് നമ്പർ കൂടിയ ഒരു ഗ്രൂപ്പിലെ എലിമെന്റിനെ നമ്മൾ ആഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ആന്റിമണി. ഫോസ്ഫറസ് നോൺ മെറ്റൽ ആയതുകൊണ്ട് ഞാൻ അതിനെ പറയുന്നില്ല. 15ാമത്തെ ഗ്രൂപ്പിൽ വരുമ്പോൾ ഫോസ്ഫറസ്, ആന്റിമണി SB അല്ലെങ്കിൽ ആഴ്സനിക്
ആഴ്സനിക് AS. ഇതുകൊണ്ട് നമ്മൾ ഡോപ്പ് ചെയ്യുന്നതായിട്ട് സംഘടിപ്പിക്കുക. അവരുടെ പ്രത്യേകത എന്താണ്? 15ാമത്തെ ഗ്രൂപ്പ് ആകുമ്പോൾ 5 ഇലക്ട്രോണുകളുണ്ട്. വാലൻസി ഇലക്ട്രോണുകൾ 5 എണ്ണം ഉണ്ട്. 5 വാലൻസി ഇലക്ട്രോണുകൾ. അപ്പൊ ഈ 5 വാലൻസി ഇലക്ട്രോണുകൾ എന്ത് ചെയ്യുന്നു? സിലിക്കൺ ലാറ്റിസിലെ സിലിക്കൺ ആറ്റവുമായിട്ട് ബോണ്ട് ഉണ്ടാക്കുന്നു. പക്ഷെ സിലിക്കൺ ലാറ്റിസിൽ ബോണ്ട് ഉണ്ടാക്കാൻ എത്ര ഇലക്ട്രോണുകൾ മതി? 4 ഇലക്ട്രോണുകൾ മതി. 4 ഇലക്ട്രോണുകൾ മതി. 5ാമത്തെ ഇലക്ട്രോൺ ഫ്രീ ആണ്. ഇങ്ങനെ നമ്മൾ എത്ര ആറ്റങ്ങൾ കൊണ്ട് അവിടെ ഡോപ്പ് ചെയ്യുന്നു, അത്രയും ആറ്റങ്ങളിൽ നിന്നും ഫ്രീ ആകുന്ന അത്രയും ഈ 15ാമത്തെ ഗ്രൂപ്പിലെ എലിമെന്റിന്റെ ആറ്റങ്ങളിൽ നിന്നും ഫ്രീ ആകുന്ന, അതായത് ആന്റിമണി അല്ലെങ്കിൽ ആഴ്സനിക് ആറ്റങ്ങളിൽ നിന്നും ഫ്രീ ആകുന്ന ഇലക്ട്രോണുകൾ ലാറ്റിസിലൂടെ സഞ്ചരിച്ച് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിക്ക് കാരണമാകും. അവിടെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിക്ക് കാരണം നോർമൽ ഇലക്ട്രോണുകളാണ്. ദാറ്റ് ഈസ് കോൾഡ് N ടൈപ്പ് സെമി കണ്ടക്ഷൻ. അപ്പൊ ഈ രണ്ട് കേസും N ടൈപ്പ് സെമി കണ്ടക്ഷനും P ടൈപ്പ് സെമി കണ്ടക്ഷനും നമുക്ക് ഒത്തിരി ഗുണങ്ങളുണ്ട്. ക്രിസ്റ്റലുകളിൽ ഇംപെർഫെക്ഷൻ നമ്മളായിട്ട് ഉണ്ടാക്കുന്നതാണ്. ദാറ്റ് ഈസ് കോൾഡ് എക്സ്ട്രിൻസിക് സെമി ഇംപെർഫെക്ഷൻ, എക്സ്ട്രിൻസിക് ടൈപ്പ് ഇംപെർഫെക്ഷൻ, extrinsic type semiconduction. That is very useful for us, especially in the making of semiconductors. Just ഈ ഫിഗർ നിങ്ങൾ നോക്കുക. അടുത്തത് പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്. അടുത്തായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് സോളിഡുകളുടെ പ്രോപ്പർട്ടീസ് ആണ്. സോളിഡ്സിന്റെ പ്രോപ്പർട്ടീസ്. വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്? അപ്പോൾ സോളിഡ്സിന്റെ പ്രോപ്പർട്ടിയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ പ്രധാനമായിട്ടും പറയാനുള്ളത് അതിന്റെ ഇലക്ട്രിക്കൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടികളെ കുറിച്ചിട്ടാണ്. പ്രധാനമായിട്ടും നമുക്ക് പറയാനുള്ളത് ഇലക്ട്രിക്കൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടികളെ കുറിച്ചിട്ടാണ്. ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി പ്രകാരം സോളിഡുകളെ നമുക്ക് 3ആയിട്ട് തിരിക്കാം. നമുക്കറിയാം, കണ്ടക്ടർ, സെമി കണ്ടക്ടർ, ഇൻസുലേറ്റർ. ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി വെച്ച് നമുക്ക് കണ്ടക്ടർ, സെമി കണ്ടക്ടർ, ഇൻസുലേറ്റർ എന്ന് 3ആയിട്ട് നമുക്ക് തരംതിരിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇവിടെ ഒരു തിയറി ഉണ്ട്, ബാൻഡ് തിയറി എന്ന് പറയുന്ന ഒരു തിയറി. അതാണ് നമുക്കിവിടെ പ്രധാനപ്പെട്ട കാര്യം പഠിക്കാനുള്ളത്. ബാൻഡ് തിയറി ഓഫ് സോളിഡ്സ് എന്നുള്ളത്. ബാൻഡ് തിയറി എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഈ സോളിഡുകളെ അല്ലെങ്കിൽ ക്രിസ്റ്റലുകളെ നമ്മൾ 3 കാറ്റഗറി ആയിട്ട് പെടുത്തിയിരിക്കുന്നു. കണ്ടക്ടർ, സെമി കണ്ടക്ടർ, ഇൻസുലേറ്റർ എന്ന് പറയുന്നു. ഇതിനെ വിശദീകരിക്കാൻ വേണ്ടിയുള്ളതാണ് ബാൻഡ് തിയറി എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഈ ബാൻഡ് തിയറി പറയുന്നത്? ക്രിസ്റ്റലുകൾ നിർമ്മിച്ചിരിക്കുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ സോളിഡ് നിർമ്മിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ഇപ്പം കോപ്പർ നിർമ്മിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? കോപ്പർ ആറ്റങ്ങളാണ്. കോപ്പർ ഒരു മെറ്റലാണ്. അവിടെ നമുക്കറിയാം എങ്ങനെയാണ് മെറ്റൽസിന്റെ ബോണ്ടിങ് എന്ന് പറയുന്നത്. മെറ്റാലിക് ബോണ്ടിങ് is a type of bonding in which the metal cations are distributed in the electrons, or the electrons are moving like the fishes in the sea. ഒരു കടലിൽ മത്സ്യങ്ങൾ ഇങ്ങനെ സഞ്ചരിക്കുന്നു, അതിനകത്തെ ജീവികളൊക്കെ ഇങ്ങനെ സഞ്ചരിക്കുന്ന പോലെ ഇലക്ട്രോണുകൾ ഈ പോസിറ്റീവ് അയോണുകൾ കൊണ്ട് നിർമ്മിച്ച മെറ്റൽ കാറ്റയോണിന്റെ സമുദ്രത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. But they are free electrons, valence electrons. They can freely move. That is why metals have conductivity. Or solids have conductivity. അപ്പോൾ ഈ സോളിഡ്സ് എന്തുകൊണ്ട് കുറച്ചെണ്ണം മെറ്റലാകുന്നു, കുറച്ച് നോൺ മെറ്റലാകുന്നു, സെമി കണ്ടക്ടർ ആകുന്നു എന്ന് ചോദിച്ചാൽ അത് വിശദീകരിക്കാനാണ് നമ്മൾ ഈ ബാൻഡ് തിയറി പറയുന്നത്. ബാൻഡ് തിയറി പ്രകാരം എല്ലാ ക്രിസ്റ്റലുകളിലും 2 തരം ബാൻഡുകളുണ്ടെന്നാണ് പറയുന്നത്. 2 തരം ബാൻഡുകൾ. ഒന്ന് വാലൻസി ബാൻഡ് എന്ന് പറയും, വാലൻസി ബാൻഡ് PB. 2 കണ്ടക്ഷൻ ബാൻഡ്, കണ്ടക്ഷൻ ബാൻഡ്. വാലൻസി ബാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്രിസ്റ്റലിലെ ആറ്റങ്ങളിലെ ഇലക്ട്രോണുകൾ സാധാരണ നോർമൽ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലം. ദാറ്റ് ഈസ് കോൾഡ് വാലൻസി ബാൻഡ്. ദാറ്റ് ഈസ് യൂഷ്വലി ഫീൽഡ്. ദാറ്റ് ഈസ് ഓൾവേസ് ഫീൽഡ്. ഈ വാലൻസി ബാൻഡ് എന്തായിരിക്കും? എപ്പോഴും
നിറഞ്ഞ് ഇരിക്കുന്ന അവസ്ഥയിലായിരിക്കും. എങ്ങനെ ഉണ്ടാകുന്നതാണിത്? വാലൻസി ഷെല്ലുകളെല്ലാം ഓവർലാപ്പ് ചെയ്ത് അതിൽ വാലൻസി ഇലക്ട്രോണുകൾ നിറഞ്ഞ് ഉണ്ടാകുന്ന ബാൻഡിന് പറയുന്നവരാണ് എന്ത്? വാലൻസി ബാൻഡ് എന്ന് പറയുന്നത്. ഇപ്പം ഏതൊരു മെറ്റലും നമ്മളെടുത്താൽ അതിനകത്ത് മെറ്റൽ ആറ്റങ്ങളുണ്ട്. മെറ്റൽ ആറ്റങ്ങൾക്ക് വാലൻസി ഷെല്ലുകളുണ്ട്. വാലൻസി ഷെല്ലിന് പുറത്തേക്കും ഉള്ള ഷെല്ലുകളുണ്ട്, അകത്തേക്ക് ഫിൽഡ് ആയിട്ടുള്ള ഷെല്ലുകളുണ്ട്, പുറത്തേക്ക് എം ടി ആയിട്ടുള്ള ഷെല്ലുകളുണ്ട്. വാലൻസി ഷെല്ല് ചിലപ്പം സെമി ഫിൽഡ് ആകാം, ഫുള്ളി ഫിൽഡ് ആകാം, ആ രീതിയിലാണ്. അപ്പോൾ ഈ വാലൻസി ഷെല്ലുകളെല്ലാം കൂടെ ഓവർലാപ്പ് ചെയ്ത് ഉണ്ടാകുന്ന ഒരു ബാൻഡിന് പറയുന്നവരാണ് വാലൻസി ബാൻഡ്. ഇറ്റ് ഈസ് യൂഷ്വലി ഫിൽഡ് വിത്ത് വാലൻസി ഇലക്ട്രോൺസ്. ദേ ആർ നോർമലി ഇൻ വാലൻസി ഷെൽസ്. വാലൻസി ബാൻഡിലായിരിക്കും ഉള്ളത്. അത് മുഖേന ഉണ്ടാകുന്ന ബാൻഡിലായിരിക്കും അവർ നിലനിൽക്കുന്നത്. പിന്നെ എം ടി ആയിട്ടുള്ള കുറേ ഷെല്ലുകൾ പുറത്തേക്കുണ്ട്. അവിടെ ഇലക്ട്രോണുകൾ സഞ്ചരിച്ച് പോകണം. അവിടേക്ക് ഇലക്ട്രോണുകൾ സഞ്ചരിച്ച് പോയെങ്കിൽ മാത്രമേ കണ്ടക്ടിവിറ്റി കാണിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ദാറ്റ് ഈസ് കോൾഡ് കണ്ടക്ഷൻ ബാൻഡ്. ആൻഡ് ദാറ്റ് ഈസ് ഫോംഡ് ബൈ ദ ഓവർലാപ്പിംഗ് ഓഫ് എം ടി ഷെൽസ് ബിലോങ്സ് ടു ദ ആറ്റംസ് ഓഫ് എ ക്രിസ്റ്റൽ. ഒരു ക്രിസ്റ്റലിലെ എം ടി ഷെല്ലുകളെല്ലാം കൂടെ, ഒഴിഞ്ഞു കിടക്കുന്ന മുകളിലേക്കുള്ള ഷെല്ലുകളെല്ലാം കൂടെ ഓവർലാപ്പ് ചെയ്യുന്ന വഴി ഉണ്ടാകുന്ന ബാൻഡാണ് എന്ത്? കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ രണ്ട് ബാൻഡുകളും തമ്മിൽ ഞാനിവിടെ വരച്ചപ്പോൾ ഒരു ഗ്യാപ്പ് കിടപ്പുണ്ട്. ഈ ഗ്യാപ്പ് വളരെ കുറവാണ്. ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ദിസ് വാലൻസി ബാൻഡ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ് ഈസ് വെരി സ്മോൾ, ലൈക്ക് ദിസ്. രണ്ടും തമ്മിൽ വളരെ അടുത്താണ് ഇങ്ങനെ. എങ്കിൽ ഇത് വാലൻസി ബാൻഡ്, ഇത് കണ്ടക്ഷൻ ബാൻഡ്. ഇത് ആണെങ്കിൽ ദ ഗ്യാപ്പ് ഈസ് വെരി സ്മോൾ. ബൈ സിമ്പിൾ പ്രൊവോക്കേഷൻ, ചെറിയ പ്രൊവോക്കേഷനിലൂടെ, തെർമൽ അജിറ്റേഷൻ ഓർ ഇലക്ട്രിക്കൽ അജിറ്റേഷൻ, അല്ലെങ്കിൽ തെർമൽ അജിറ്റേഷൻ, പ്രൊവോക്കേഷൻ, തെർമൽ പ്രൊവോക്കേഷൻ, ഇലക്ട്രിക്കൽ പ്രൊവോക്കേഷൻ കൊണ്ട് ഈ വാലൻസി ബാൻഡിലെ ഇലക്ട്രോണുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകുവാനായിട്ട് പറ്റും. കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകുവാനായിട്ട് പറ്റും. അതാണ് നമ്മൾ സിലിക്കണിന്റെ കേസിൽ കണ്ടത്. സിലിക്കണിന്റെ കേസിൽ കണ്ടതാണ്. നോർമൽ കോഴ്സിൽ ചെറിയ ഗ്യാപ്പ് ഇവർ തമ്മിലുണ്ട്, ഇലക്ട്രോണുകൾ അങ്ങോട്ട് സഞ്ചരിക്കുന്നില്ല. പക്ഷേ നമ്മൾ ഹൈ ടെമ്പറേച്ചർ കൊടുക്കുമ്പോഴോ മറ്റേതെങ്കിലും സാഹചര്യങ്ങൾ കൊടുക്കുമ്പോഴോ വാലൻസി ബാൻഡിൽ കിടക്കുന്ന ഇലക്ട്രോണുകൾക്ക് കണ്ടക്ഷൻ ബാൻഡിലേക്ക് സഞ്ചരിക്കാം. ദാറ്റ് റിസൾട്ട്സ് ഇൻ സെമി കണ്ടക്ഷൻ. അപ്പോൾ ഇൻ സെമി കണ്ടക്ടർ ദ ഗ്യാപ്പ് ബിറ്റ്വീൻ വാലൻസി ബാൻഡ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ് ഈസ് വെരി സ്മോൾ, സോ ദാറ്റ് ദ ഇലക്ട്രോൺസ് ക്യാൻ മൂവ് ഫ്രീലി ബിറ്റ്വീൻ ദം ഇൻ സർട്ടൻ കണ്ടീഷൻസ്. അതേസമയം ഇവിടെ കാണുന്ന പോലെ വാലൻസി ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിൽ വളരെ അകന്നാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഇലക്ട്രോണുകൾക്ക് വാലൻസി ബാൻഡിൽ നിന്നും കണ്ടക്ഷൻ ബാൻഡിലേക്ക് മൂവ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇവിടെ ഇങ്ങോട്ടോ ഉള്ള വരവ് പറ്റുകയില്ല. They are called insulator. By any means they cannot be conduct electricity. They cannot conduct electricity. ഒരു തരത്തിലും അവർക്ക് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ മെറ്റലുകളെ സംബന്ധിച്ച്, നല്ല കണ്ടക്ടറുകളെ സംബന്ധിച്ച് അതിനകത്തെ വാലൻസി ബാൻഡും കണ്ടക്ഷൻ ബാൻഡും ഇതേമാതിരി ഓവർലാപ്പ് ചെയ്തിരിക്കും. ഉണ്ടോ? രണ്ട് ബാൻഡുകളും കൂടെ ഓവർലാപ്പ് ചെയ്തിരിക്കുകയാണ്. വാലൻസി ബാൻഡ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ്സ് ആർ ഓവർലാപ്ഡ് ചെയ്തത്. ഇൻ കേസ് ഓഫ് കണ്ടക്ടർ, ഗുഡ് കണ്ടക്ടർ, ഇൻ കേസ് ഓഫ് മെറ്റൽസ്. മെറ്റൽസിൽ the two bands are overlap. In semiconductor there is a small width between the two bands. In insulator the gap is very big, and this gap, that is called forbidden gap. Forbidden gap എന്നാണ് പറയുന്നത്. ഈ ഫോർബിഡൻ ഗ്യാപ്പ് കണ്ടക്ടറുകളിൽ കാണുവാൻ സാധിക്കത്തില്ല. സെമി കണ്ടക്ടറിൽ ചെറിയ ഫോർബിഡൻ ഗ്യാപ്പ് കാണും. ഇൻസുലേറ്ററിൽ വലിയ ഫോർബിഡൻ ഗ്യാപ്പാണ് ഉള്ളത്. ദിസ് ഈസ് കോൾഡ് ബാൻഡ് തിയറി ഓഫ് മെറ്റൽസ്. പരിശീലിക്കുന്നതാണ് ബാൻഡ് തിയറി ഓഫ് മെറ്റൽസ്. ഇനിയും നമുക്ക് പറയാനുള്ളത് മാഗ്നറ്റിക് പ്രോപ്പർട്ടിയെ കുറിച്ചിട്ടാണ്. അടുത്തതായിട്ട് പറയാനുള്ളത് മാഗ്നറ്റിക് പ്രോപ്പർട്ടി, കാന്തിക സ്വഭാവം. കാന്തിക സ്വഭാവം അനുസരിച്ചിട്ട് നമ്മൾ ക്രിസ്റ്റലുകളെ 5 തരമായിട്ട് തിരിച്ചിട്ടുണ്ട്. കാന്തിക സ്വഭാവം, മാഗ്നറ്റിക് പ്രോപ്പർട്ടി അനുസരിച്ച് ക്രിസ്റ്റലുകളെ നമ്മൾ 5 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. 1 പാരാമാഗ്നറ്റിക്, 2 ഡയാമാഗ്നറ്റിക്, 3
ഫെറോ മാഗ്നറ്റിക്, 4 ആൻറ്റി ഫെറോ മാഗ്നറ്റിക്, 5 ഫെറി മാഗ്നറ്റിക്. 5 കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? പാരാമാഗ്നറ്റിക്, ഡയാമാഗ്നറ്റിക്, ഫെറോ മാഗ്നറ്റിക്, ആൻറ്റി ഫെറോ മാഗ്നറ്റിക് ആൻഡ് ഫെറി മാഗ്നറ്റിക്. ഇതിൽ പാരാമാഗ്നറ്റിക് ക്രിസ്റ്റലുകൾ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ രീതിയിൽ മാഗ്നറ്റിസം കാണിക്കുന്നവരാണ്. There may be few number of odd electrons, ഒറ്റ ഇലക്ട്രോണുകൾ ഉണ്ടാകും. മാഗ്നറ്റിക് മൊമെന്റ് ഉണ്ടാകണം. മാഗ്നറ്റിക് മൊമെന്റുകൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇലക്ട്രോണുകളുടെ സ്പിന്നിലൂടെയാണ്. ഇലക്ട്രോണുകളുടെ സ്പിന്നാണ് അത്. ഇലക്ട്രോണുകളെല്ലാം പെയർഡ് ആണെങ്കിൽ അവർക്ക് സ്പിൻ ഉണ്ടെങ്കിലും ഒന്നിന്റെ സ്പിന്ന് ഓപ്പോസിറ്റ് സ്പിൻ കൊണ്ട് ക്യാൻസൽ ആയിരിക്കും. നെറ്റ് മാഗ്നറ്റിക് മൊമെന്റ് 0 ആയിരിക്കും ഫോർ ഫീൽഡ് ഓർബിറ്റൽസ്. So there will be orbitals having odd electrons, single electrons. Then only magnetic moments arise. Now there may be few number of odd electrons, singly occupied orbitals in such crystals. That is called paramagnetic crystals. Paramagnetic എന്ന് പറയും. ഇനിയും നമ്മൾ രണ്ടാമത്തെ പറഞ്ഞു ഡയാമാഗ്നറ്റിക്. അവിടെ എന്തായിരിക്കും സംഭവിക്കുന്നത്? There is no magnetism at all. മാഗ്നറ്റിസം ഇല്ല. ഓൾ ദ ഓർബിറ്റൽസ് ആർ പെയർഡ്. എല്ലാ ഓർബിറ്റൽസും എന്തായിരിക്കും? പെയർഡ് ആയിരിക്കും. എല്ലാ ഓർബിറ്റലിലും 2 ഇലക്ട്രോണുകൾ വെച്ച് കാണും. ലൈക്ക് ദിസ്. എല്ലാ ഓർബിറ്റലിലും 2 ഇലക്ട്രോണുകൾ വെച്ച് കാണും. അപ്പോൾ സ്പിന്ന്, നെറ്റ് സ്പിൻ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 0 ആയിരിക്കും. ദാറ്റ്സ് കോൾഡ് ഡയാമാഗ്നറ്റിക് ക്രിസ്റ്റൽസ്. ഇനി ഫെറോ മാഗ്നറ്റിക് എന്ന് പറഞ്ഞു മൂന്നാമത്തെ കാറ്റഗറി. ദേ ആർ പെർമനന്റ് മാഗ്നറ്റ്സ്. അവരിലാണ് നമ്മൾ പെർമനന്റ് മാഗ്നറ്റിസം കാണാൻ പറ്റുന്നത്. സ്ഥിരമായി മാഗ്നറ്റിസം നിലനിൽക്കുന്നവർ അവരാണ്. അവരുടെ പ്രത്യേകത മാഗ്നറ്റിസം ഉണ്ടാകണമെന്ന് ഞാൻ പറഞ്ഞു. ഓർബിറ്റലിനകത്ത് ഇതേമാതിരി ഒറ്റ ഇലക്ട്രോണുകൾ കാണണം. അങ്ങനെയുള്ള ഓർബിറ്റൽസ് ധാരാളം കണ്ടേക്കാം. ധാരാളം ഓർബിറ്റൽസിൽ ഒറ്റ ഇലക്ട്രോണുകൾ ഇങ്ങനെ നിൽക്കാം. ഹാവിങ് ദ സെയിം സ്പിൻ, the spin in same direction, having the spin in same direction. അതാണ് പ്രത്യേകത. അപ്പം ferromagnetic crystals are crystals in which there is a large number of odd electrons and moreover that electrons having the same spin. They are moving in same direction, giving a net magnetic moment, a high magnetic moment. Results in a greater magnetism. Ferromagnetic. ഇനി ഇതിന്റെ ജസ്റ്റ് വിപരീതമാണ് ആന്റിഫെറോ മാഗ്നറ്റിക് എന്ന് പറയുന്നത്. ആന്റിഫെറോ മാഗ്നറ്റിക് എന്ന് പറയുന്നത്, ഈ ആന്റിഫെറോ മാഗ്നറ്റിക് എന്ന് പറയുമ്പോഴും ഇതേപോലെ ഓഡ് ഇലക്ട്രോണുകൾ ഇഷ്ടംപോലെ ഉണ്ട്. ആവശ്യത്തിലധികം ഫെറോയിലുള്ള പോലെ തന്നെ ഓഡ് ഇലക്ട്രോൺസുകളുടെ ബഹളമാണ്. ആവശ്യം പോലെ ഇലക്ട്രോണുകൾ. പക്ഷേ ഒരു ഓർബിറ്റലിൽ ഇങ്ങനെ മുകളിലേക്കാണ് നിൽക്കുന്നതെങ്കിൽ മറ്റേ ഓർബിറ്റലിൽ എങ്ങനെയായിരിക്കും നിൽക്കുന്നത്? താഴേക്കായിരിക്കും നിൽക്കുന്നത്. ഇതേപോലെ ഒന്ന് മുകളിലേക്ക് ഒന്ന് താഴേക്ക്. അപ്പം അവിടെ 20 ഓഡ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ 10 മുകളിലേക്ക് 10 താഴെ. അപ്പം എന്ത് വരും? ഓഡ് ഇലക്ട്രോൺ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നെറ്റ് മാഗ്നറ്റിക് മൊമെന്റ് ഈക്വൽ ടു 0. നെറ്റ് മാഗ്നറ്റിക് മൊമെന്റ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് കോൾഡ് ഫെറോയ്ക്ക് ഓപ്പോസിറ്റ്. ഫെറോ ആയിരുന്നു, പക്ഷേ ഫെറോ അല്ല. ആന്റി ഫെറോ മാഗ്നറ്റിസം. ആന്റി ഫെറോ മാഗ്നറ്റിസം. അപ്പം ലാസ്റ്റ് വൺ ഫെറി മാഗ്നറ്റിക്. ഫെറി മാഗ്നറ്റിക് എന്ന് പറയുമ്പോൾ ഇതേമാതിരി തന്നെ ഓഡ് ഇലക്ട്രോൺസ് ഇഷ്ടം പോലെ ഉണ്ട്. ഫെറോ പോലെ ഒരു ഡയറക്ഷനിലല്ല, ആന്റി ഫെറോ പോലെ ഈക്വൽ നമ്പർ ഓപ്പോസിറ്റ് ഡയറക്ഷനിലല്ല. തുല്യ എണ്ണം മുകളിലേക്ക്, തുല്യ എണ്ണം താഴേക്ക്. ആ ഒരവസ്ഥയല്ല. അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷനാണ്. അൺഈക്വലായിട്ടാണ് എൻ്റെ സ്പിന്ന് പോകുന്നത്. ഇപ്പോൾ 20 ഓഡ് ഇലക്ട്രോൺസ് ഉണ്ട്, ഒറ്റയ്ക്ക് നിൽക്കുന്ന ഇലക്ട്രോൺസ് ഉണ്ട് ഓർബിറ്റിൽ. പക്ഷെ അവിടെ ഒരു 15 എണ്ണം മുകളിലേക്ക് ക്ലോക്ക് വൈസ് സ്പിൻ, ഒരു 15 എണ്ണം ആന്റി ക്ലോക്ക് വൈസ് സ്പിൻ. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു നെറ്റ് മാഗ്നറ്റിക് മൊമെന്റ് ഉണ്ടാവും. പക്ഷെ എത്ര ഓഡ് ഇലക്ട്രോൺസ് ഉണ്ട് അത് ഫെറോയുടെ കേസിൽ ജനറേറ്റ് ചെയ്യുന്ന പോലെ, ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസിന്റെ കേസിൽ ജനറേറ്റ് ചെയ്യുന്ന പോലെ എഫക്റ്റീവ് ആകുന്നില്ല. കാരണം there is a few number of electrons having opposite spin. So the resultant spin will be lesser than that in ferro. That is called ferri magnetic. Ferri magnetic crystals. അപ്പോൾ പാരാമാഗ്നറ്റിക്, ഡയാമാഗ്നറ്റിക്, ഫെറോമാഗ്നറ്റിക്, ആന്റി ഫെറോമാഗ്നറ്റിക് ആൻഡ് ഫെറി
മാഗ്നറ്റിക്. ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതിൻ്റെ ഫിഗറുകൾ താഴേക്കൊന്ന് നോക്കുക. ഈ ഫിഗർ നോക്കുമ്പോൾ ഓരോന്നും നമുക്ക് മനസ്സിലാവും. അപ്പം നമ്മുടെ ഈ ചാപ്റ്റർ തീർന്നിരിക്കുന്നു. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ എഴുതിയിട്ടുണ്ട്. അത് ഒരു പേപ്പറിലാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അത് ഞാൻ അങ്ങോട്ട് ഈ ക്ലാസ്സിൻ്റെ ഒപ്പം പടമായിട്ട് ഒരു ഫിഗറായിട്ട് വിട്ടിട്ടുണ്ട്. അത് നോക്കുക, പഠിക്കുക. ഈ ചാപ്റ്ററിലെ ബാക്കി ക്വസ്റ്റ്യനുകൾ ഞാൻ അടുത്ത ക്ലാസ്സിന് മുന്നോടിയായിട്ട് നിങ്ങൾക്ക് അയച്ചിട്ട് തരുന്നതാണ്. നന്ദി, നമസ്കാരം.